ഇമാം ഹുസൈനോടൊപ്പം ചേർന്ന് നിന്നവർ ഇന്ത്യയിൽ വേരുള്ള ബ്രാഹ്മണ കുടുംബമായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ കൂടെ പോയിരുന്നു. അവർ ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭാഗത്ത് അവർക്ക് ഭൂമി അനുവദിച്ച് അവിടെ താമസിപ്പിച്ചു. അവിടെ അവർ തോട്ടം പണിതു. ബാഗ് എന്നാണ് തോട്ടത്തിന്റെ പേര്. അതിനെ കാരണവരുടെ പേര് ദാദു എന്നാണ്. ബാഗെ ദാദു. അതാണ് പിൽക്കാലത്ത് ബഗ്ദാദായി മാറിയത്. ഇമാം ഹുസൈൻ കർബലയിലെത്തിയപ്പോൾ സർവ്വവിധ പിന്തുണയുമായി ഈ ദാദുവിന്റെ പിന്മുറക്കാർ ഇമാം ഹുസൈന്റെ അടുത്തെത്തി. അങ്ങയോടൊപ്പം പോരാടാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഇമാം ഹുസൈൻ പറഞ്ഞു, അത് വേണ്ട, ഞങ്ങൾ പോരാട്ടത്തിന് വന്നവരല്ല. ഞങ്ങളൊക്കെ കൊല്ലപ്പെടുകയാണെങ്കിൽ, ഇവിടെ കുഞ്ഞുങ്ങൾ അവശേഷിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇമാം ഹുസൈനും സംഘവും കൊല്ലപ്പെട്ടപ്പോൾ അവിടെ അവശേഷിച്ച കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും രക്ഷിച്ചത് ഈ ബ്രാഹ്മണ കുടുംബമാണ്. അന്ന് മുതൽ അവർക്ക് ഹുസൈനി ബ്രാഹ്മൺ എന്ന പേര് വന്നു. നമ്മുടെ ഇന്ത്യയിലെ സഞ്ജയ് ദത്ത്, സുനിൽ ദത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഹുസൈനി ബ്രാഹ്മണിൽപ്പെട്ടവരാണ്. അവർ കർബലയിലെ ദിവസം മുഹറം 10 അവരുടെയും ഒരു വിശുദ്ധ ദിനമായി അവർ ആചരിച്ചു പോരുന്നു.